നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്ഡൌൺ രീതിയിൽ മാറ്റം വരുമെന്ന് മുഖ്യമന്ത്രി. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ തീരുമാനം ചൊവ്വാഴ്ച. രോഗവ്യാപന തോതനുസരിച്ച് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തും. ഡെൽറ്റ വൈറസ് സാന്നിധ്യം കുറെ നാൾ കൂടി തുടരുമെന്ന് മുഖ്യമന്ത്രി. മലപ്പുറം ജില്ലയിൽ കോവിഡ് മുക്തരുടെ എണ്ണം 3 ലക്ഷം കടന്നു. സംസ്ഥാനത്ത് പ്രതിദിന പരിശോധനയുടെയും രോഗികളും കുറഞ്ഞു. കേരളത്തിൽ ഇന്ന് 7719 രോഗികൾ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 68,573 സാമ്പിളുകൾ. DPR 11.26%. ബുധനാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 16-ാം തീയതി വരെ ശക്തമായ മഴ തുടരും. മലപ്പുറത്ത് 16-ാം തീയതി വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ്. ജില്ലാ ആശുപത്രി പരിസരത്തെ മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. വിശദമായ വാർത്തകളിലേക്ക്. ലോക്ഡൌൺ രീതിയിൽ മാറ്റം വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ ചൊവ്വാഴ്ച തീരുമാനമെടുക്കും. രോഗവ്യാപന തോതനുസരിച്ച് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് ലോക്ഡൌണിന് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ വൈറസ് സാന്നിധ്യം കുറെ നാൾ കൂടി തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ലോക്ഡൌൺ നീട്ടണോ ഒഴിവാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ തീരുമാനം ചൊവ്വാഴ്ചയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ലോക്ഡൌണിന്റെ രീതി മാറ്റുന്ന കാര്യമാണ് സർക്കാർ ആലോചിക്കുന്നത്. കൂടുതൽ ഇളവുകൾ നൽകുകയും സമ്പൂർണ്ണമായി അടച്ചിടൽ ഒഴിവാക്കാനും ആലോചിക്കുന്നുണ്ട്. രോഗവ്യാപന തീവ്രത അനുസരിച്ച് പ്രാദേശികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. രോഗവ്യാപന തോത് 10% താഴെ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രോഗവ്യാപന തോത് 10% താഴെ എത്തിയാൽ മാത്രം ലോക്ഡൌൺ ഒഴിവാക്കിയാൽ മതിയെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരും സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. നിലവിൽ പല ജില്ലകളിലും 15%-നടുത്ത് നിലനിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതും കുറഞ്ഞതിന് ശേഷം ലോക്ഡൌൺ ഒഴിവാക്കുകയുള്ളൂ എന്നാണ് സൂചനകൾ. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ രോഗികളാവുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പരിശോധനകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. എപ്പോഴും TPR 12% നിൽക്കുന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം ലോക്ഡൌൺ ഒഴിവാക്കിയാലും കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാവണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോവിഡ് മുക്തരായവരിൽ കാണപ്പെടുന്ന ഡെൽറ്റ വൈറസിന്റെ സാന്നിധ്യം കുറെ നാൾ കൂടി ശക്തമായി തന്നെ തുടരാനാണ് സാധ്യത. ഡെൽറ്റ വൈറസ് കോവിഡ് മുക്തരായവരെ വീണ്ടും രോഗികളാക്കാൻ സാധ്യതയുണ്ട്. കഠിനമായ ലക്ഷണങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇതിനും ക്വാറന്റൈൻ അടക്കമുള്ള നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. വാക്സിൻ എടുത്തവരിൽ പോലും ഡെൽറ്റ വൈറസ് രോഗമുണ്ടാവുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന പരിശോധനകളും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 7719 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 161 മരണങ്ങൾ കൂടിയുണ്ടായി. 24 മണിക്കൂറിനിടെ 68,573 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 11.26%. ആകെ മരണസംഖ്യ 11,342. 16,743 പേർ രോഗമുക്തി നേടി. ഇന്ന് 7719 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ നടന്ന പരിശോധന 68,573. 161 ഇപ്പോൾ ആകെ 1,13,817 പേർ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 12.7%. സംസ്ഥാനത്ത് ഇന്ന് 7719 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 1170, എറണാകുളം 977, കൊല്ലം 791, തൃശൂർ 770, പാലക്കാട് 761, മലപ്പുറം 581, ആലപ്പുഴ 524, കോഴിക്കോട് 472, കോട്ടയം 400, കണ്ണൂർ 339, പത്തനംതിട്ട 327, കാസർഗോഡ് 326, ഇടുക്കി 171, വയനാട് 104 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 68,573 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.26%. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 161 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 11,342. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 7138 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 493 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 16,743 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 5,25,331 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് മുക്തരുടെ എണ്ണം 3 ലക്ഷം പിന്നിട്ടു. ഇതുവരെ 3,02,061 പേരാണ് രോഗമുക്തരായത്. പ്രതിദിന രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 581 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. DPR 12.19%. 2286 പേർ രോഗമുക്തരായി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 1001 പേർ ഇതുവരെ മരണപ്പെട്ടു.
ജില്ലയിൽ തിങ്കളാഴ്ച 581 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 12.19% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 549 പേർക്ക് രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 29 പേർക്ക് ഉറവിടമറിയാതെയുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വിദേശ രാജ്യത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 2 പേർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രോഗമുക്തരായ 2286 പേരുൾപ്പെടെ 3,02,061 പേരാണ് ഇതുവരെ ജില്ലയിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയത്. 1001 പേർ കോവിഡ് ബാധിച്ച് ജില്ലയിൽ മരണപ്പെടുകയും ചെയ്തു. 41,794 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 13,122 പേർ വിവിധയിടങ്ങളിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 16-ാം തീയതി വരെ ശക്തമായ മഴ തുടരും. മലപ്പുറത്ത് 16-ാം തീയതി വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാക്കാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ 3 ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ബുധനാഴ്ച വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ബുധനാഴ്ചയും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ വെള്ളിയാഴ്ചയും വരെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടങ്ങളിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനാപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതെന്നും അധികൃതർ അറിയിച്ചു. പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ചാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാ പള്ളിയേരി ഉദ്ഘാടനം ചെയ്തു. ഈ പെട്രോളിനും ഡീസലിനും വില കൂടുന്ന സമയത്ത് ഈ കോവിഡ് കാലത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാധാരണക്കാരാണ് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ അടിക്കടിക്കുള്ള ഈ പെട്രോൾ വർധന വില കൂട്ടുന്നത് കുറയ്ക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞത്. കാരണം ഒരു ഗ്യാസ് ഇല്ലാത്ത വീടില്ല. ഏത് സാധാരണക്കാരൻ്റെ വീട്ടിലും ഒരു ഗ്യാസ് ഉണ്ടാവും. അവർക്ക് ഇന്ന് വിറക് വാങ്ങാനോ മറ്റാത്ത 5 സെൻറ്റ് 2 സെൻറ്റ് ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ പോയ ഞങ്ങൾ വീട്ടമ്മമാർക്കൊക്കെ ഈ ഗ്യാസ് വില വർധനയും അതുപോലെ തന്നെ ഒരു 2 വീലർ ഉണ്ടെങ്കിൽ അവനൊരു മീൻ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് ആ പൈസ പെട്രോൾ അടിക്കാനേ തികയുന്നുള്ളൂ. വി സത്യാവതി അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൗൺസിലർ സീതാലക്ഷ്മി, അഡ്വക്കേറ്റ് NV സിന്ധു, VP സെലീന തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകളിൽ തുടർന്നു. വിവാഹ പന്തൽ ജോലിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തിരു കവിത ലൈറ്റ് ആൻഡ് സൗണ്ട്സ് പാർട്ണർ സുലൈമാന്റെ മകനും സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ മുത്തൂർ അടുക്കാട്ട് മുഹമ്മദ് ഇഖ്ലാസാണ് മരണപ്പെട്ടത്. 24 വയസ്സായിരുന്നു. പോലീസ് ലൈനിലെ സ്ഥാപനത്തിനടുത്തുള്ള വിവാഹ ആഘോഷത്തിന് പന്തൽ ജോലി ഏറ്റെടുത്ത വീട്ടിൽ പന്തൽ ഇലക്ട്രിക് ജോലികൾക്കിടെയാണ് ഷോക്കേറ്റ് വീണത്. ഉടനെ തന്നെ തിരു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മികച്ച ഇലക്ട്രീഷ്യനാണ്. മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഖബറടക്കം ചൊവ്വാഴ്ച കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ നടക്കും. നുസൈബയാണ് മാതാവ്. റാനിയ, ഇസാൻ എന്നിവർ സഹോദരങ്ങളാണ്. ഓട്ടോറിക്ഷയുടെ ബോക്സ് പൊളിച്ച് രേഖകൾ കവർന്നതായി പരാതി. വാക്കാട് കാഞ്ഞിരക്കുറ്റി അഴീക്കലിലെ കോങ്ങൻ്റെപുരക്കൽ ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോയിൽ നിന്നാണ് രേഖകൾ മോഷണം പോയത്. വാക്കാട് കാഞ്ഞിരക്കുറ്റി അഴീക്കലിലെ കൊങ്ങൻ്റെപുരക്കൽ ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള KL 55N422 എന്ന ഓട്ടോറിക്ഷയിൽ നിന്നാണ് ഞായറാഴ്ച രാത്രി ATM കാർഡും റേഷൻ കാർഡും അടക്കം വിവിധ രേഖകൾ അടങ്ങിയ ബാഗ് കവർന്നെടുത്തത്. ഓട്ടോറിക്ഷയുടെ ബോക്സിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷണം നടത്തിയിട്ടുള്ളത്. വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ രാവിലെ നോക്കിയപ്പോഴാണ് രേഖകൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തിരൂർ CIക്ക് പരാതി നൽകിയതായി ഫൈസൽ പറഞ്ഞു. രാത്രി 10 മണിക്ക് ഞാൻ വണ്ടിൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ചെക്ക് ചെയ്ത് പോയതാണ്. ഇപ്പോൾ രാവിലെ ഒരു 5:30ക്ക് ഞാൻ വണ്ടി വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഡാഷ് പൊളിച്ചിട്ട് റേഷൻ കാർഡ്, വണ്ടീൻ്റെ പേപ്പറുകൾ, ATM കാർഡ്, അക്കൗണ്ട് ബുക്ക്, പിന്നെ ഗ്യാസിൻ്റെ ബുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് തിരൂർ സ്റ്റേഷനിൽ പോയിട്ട്. അഴീക്കൽ സ്വദേശിയായ തലേക്കര വീട്ടിൽ തുഫൈലിന്റെ വീട്ടിലും ഒരാഴ്ച മുമ്പ് മോഷണം നടന്നിരുന്നു. രാത്രികാല യാത്രക്കാർക്ക് ഭക്ഷണവുമായി മൂന്നിയൂർ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. ലോക്ക്ഡൌൺ കാലത്ത് ഹോട്ടലുകളും മറ്റും കടകളും ഇല്ലാത്തതുകൊണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് മറ്റും ഭക്ഷണം വിതരണം ഏറെ ആശ്വാസമാവുകയാണ്. മൂന്നിയൂർ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്
AV അക്ബർ അലി മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് രാത്രികാലങ്ങളിലെ ദീർഘദൂര യാത്രക്കാർക്ക് ഭക്ഷണം വിതരണം നടത്തിയത്. ദിവസങ്ങളോളം തുടർച്ചയായി തലപ്പാറയിൽ നൽകുന്ന ഭക്ഷണ വിതരണത്തിന് ഓരോ ദിവസവും മണ്ഡലത്തിലെ വ്യത്യസ്ത യൂത്ത് കോൺഗ്രസ് യൂണിറ്റുകൾ നൽകുന്ന ഭക്ഷണമാണ് വിതരണത്തിനായി എത്തുന്നത്. ഈ ലോക്ക്ഡൌൺ കാലത്തും ഹോട്ടലുകളും മറ്റും കടകളും ഇല്ലാത്തതുകൊണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് ഇതൊരു ആശ്വാസമാണ്. പാറക്കാവ് ടൗൺ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ഭക്ഷണ വിതരണത്തിന് രഞ്ജിത്ത് മുനിയൂർ, സിറാജ് മുനിയൂർ, ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് കാലത്ത് മാതൃകാ പ്രവർത്തനമായി ഡിവൈഎഫ്ഐ കുന്നുംപുറം യൂണിറ്റ് പരിധിയിലെ 1000-ഓളം കുടുംബങ്ങൾക്ക് കപ്പ വിതരണം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് 2ാം തരംഗം ലോക്ക്ഡൌണിലും വലിയ പ്രയാസത്തിലാണ് എല്ലാ വിഭാഗം ജനങ്ങളും. ഈ പ്രതിസന്ധിയിൽ തങ്ങളാൽ കഴിയുന്ന സഹായം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് താനൂരിലെ കുന്നുംപുറം യൂണിറ്റിലെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ. താനൂർ നഗരസഭയിലെ 8, 9 ഡിവിഷൻ ഉൾപ്പെടുന്ന ഡിവൈഎഫ്ഐ കുന്നുംപുറം യൂണിറ്റ് പരിധിയിലെ മുഴുവൻ വീടുകളിലും പ്രവർത്തകർ കപ്പ വിതരണം ചെയ്തു. വിതരണത്തിന് ആവശ്യമായ കപ്പ കണ്ടെത്തിയത് പറപ്പൂർ പഞ്ചായത്തിലെ കർഷകരിൽ നിന്നാണ്. മഴ കാരണം ദുരിതത്തിലായ കപ്പ കർഷകരിൽ നിന്നും ന്യായവില നൽകി വാങ്ങിയ കപ്പ സൗജന്യമായാണ് വിതരണം ചെയ്തത്. ഇത് കർഷകർക്കും ആശ്വാസമായി. വിതരണോദ്ഘാടനം CPM താനൂർ ലോക്കൽ കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ നിർവഹിച്ചു. പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി, പട്ടിണിയില്ലാത്ത ഒരവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് വരുത്തുക എന്ന ഉദ്ദേശത്തോടെ നമ്മുടെ പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ വർഗ ബഹുജന സംഘടനകളും ജനങ്ങൾക്ക് കഴിയാവുന്ന സഹായം ചെയ്യുന്നു എന്ന ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ഷബീർ, മേഖലാ സെക്രട്ടറി ജിതു കൃഷ്ണൻ, ബ്രാഞ്ച് അംഗങ്ങളായ പ്രമോദ്, റഫീഖ്, യൂണിറ്റ് പ്രസിഡന്റ് അജിത് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ അംഗങ്ങളായ ജിജേഷ്, ശ്രീകാന്ത്, ബാലകൃഷ്ണൻ, അനു, ശ്രീജിത്ത്, രാജേഷ്, ഷാജി, പ്രജീഷ്, രാജൻ, ഷാനിൽ, അജിത് കുമാർ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. വെട്ടം പഞ്ചായത്തിൽ കോവിഡ് കാലത്തും ഇറച്ചുവിലയിൽ തീവെട്ടിക്കൊള്ളയെന്ന് പരാതി. പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത വില ഈടാക്കുന്നതായും പരാതി. വിലയിലെ മാറ്റം ഗൗരവമായി പരിശോധിക്കുമെന്നും അനുകൂലമായ നടപടി ഉണ്ടാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി പറഞ്ഞു. തീരദേശ പ്രദേശങ്ങളായ കാഞ്ഞിരക്കുറ്റി, അരിക്കാഞ്ചിറ, പറവണ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇറച്ചിക്കോഴിക്ക് 99 രൂപ ഈടാക്കുമ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള പരിയാപുരത്ത് 150 രൂപയാണ് ഇറച്ചിക്കോഴിക്ക് വില ഈടാക്കുന്നതെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. സമാനമായ സംഭവം മുമ്പും ആവർത്തിച്ചിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത വില നിലവാരത്തിലാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അയൽപ്രദേശത്തുള്ള ചില കടകളിൽ ഏതാണ്ട് 100 രൂപയ്ക്ക് ഒരു കിലോ ചിക്കൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയൽപ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ സംഘടിതമായി നമ്മുടെ പ്രദേശത്തേക്ക് ചിക്കൻ മേടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ പ്രദേശത്തുള്ള ചിക്കൻ കടൻ്റെ മുമ്പിലൊക്കെ അസാധാരണമായ ഒരു തിരക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ഒന്നുകിൽ പഞ്ചായത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ ചിക്കന് വില ഏകീകരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി. അല്ലാച്ചാൽ ഇപ്പോൾ ഈ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് സംഘടിതമായിട്ട് വരും. ഇവിടെ ആളുകൾക്ക് തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യും. പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വില കുറയ്ക്കാൻ അന്ന് വ്യാപാരികൾ തയ്യാറായത്. കോവിഡ് കാലത്ത് തീവെട്ടിക്കൊള്ളക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കുന്ന തീരദേശത്തെ കോഴിക്കടകൾക്ക് മുമ്പിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇറച്ചിക്കോഴിയുടെ വിലയിൽ വരുന്ന മാറ്റമാണ് പല കടകൾക്ക് മുമ്പിലുള്ള തിരക്കുകൾക്ക് കാരണം. കഴിഞ്ഞ ദിവസം ചിലയിടങ്ങളിൽ പോലീസ് ഇടപെട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത്. നേരത്തെ ഇതേ തുടർന്ന് ടോക്കൺ നൽകുന്ന രീതിയും കച്ചവടക്കാർ പാലിക്കുന്നുണ്ട്. പോലീസും വ്യാപാരികളും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. വിലയിലെ മാറ്റം ഗൗരവമായി പരിശോധിക്കുമെന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി പ്രതികരിച്ചു. തീരദേശ മേഖലയിൽ 2 കടകളിൽ 99 രൂപയും പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ 150 രൂപയുമാണ് വില. ഏകദേശം 50 രൂപയുടെ വ്യത്യാസമാണ് അവിടെ കാണുന്നത്. ഈ രൂപത്തിലുള്ള കൊള്ളലാഭം എടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസത്തിലാണ് എല്ലാ ജനങ്ങളും. കോവിഡിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെയുള്ളൊരു കൊള്ളലാഭം എടുക്കുന്നത് വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മാന്യ കച്ചവടക്കാർ ഇതിനോട് വളരെയധികം മറ്റുള്ള ഈ 99 രൂപയ്ക്ക് വിൽക്കുന്ന ആ കച്ചവടക്കാരുടെ അതേ രൂപത്തിൽ തന്നെ വില നിശ്ചയിച്ച് മുന്നോട്ട് പോകണമെന്ന് പഞ്ചായത്തിൽ നിന്നും അറിയിക്കുകയാണ്. 2ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി BJP BP അങ്ങാടി ബൂത്ത് കമ്മിറ്റിയും സേവാഭാരതി പ്രവർത്തകരും BP അങ്ങാടി ഗേൾസ് ഹൈസ്കൂൾ റോഡും ഡ്രൈനേജും ശുചീകരിച്ചു. റോഡിൽ ഡ്രൈനേജിന് പകരം കോൺക്രീറ്റ് ഇട്ടതിനാൽ റോഡിലെ ഓവ് അടഞ്ഞത് കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മാറ്റാൻ അടഞ്ഞ ഓവ് തുറന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി. വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് അധികൃതരോട് BJP ആവശ്യപ്പെടുകയും ചെയ്തു. മനോജ് പാറശ്ശേരി, കറുകയിൽ ശശി, ഇടപ്പയിൽ ജയരാജൻ, കറുത്താട്ട് സുരേഷ്, അമ്പാട്ട് രവി, കൊടക്കാട്ട് ഷൈജു, N മണി, KP മണികണ്ഠൻ, കോയപ്പയിൽ സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. ജില്ലാ ആശുപത്രി പരിസരത്തെ മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തും ആശുപത്രി സൂപ്രണ്ടും ഇടപെട്ട് പരിഹാരം കണ്ടെന്ന് അധികൃതർ. മാലിന്യം അതേ അവസ്ഥയിൽ തന്നെ. ഇടപെടാൻ കഴിയാതെ ഒഴിഞ്ഞുമാറി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും. തിരൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന് പരിസരത്തെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം പരന്നൊഴുകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗവും ആശുപത്രി സൂപ്രണ്ടും സംഭവത്തിൽ ഇടപെട്ടു ശുചീകരിച്ചു എന്ന അധികൃതരുടെ വാദം ശരിയല്ലെന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ആശുപത്രി പരിസരത്തെ മാലിന്യ പ്രശ്നം മാസങ്ങളായി തുടരുന്ന ഒന്നാണ്. അതിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട പല സംഘടനകളും രംഗത്തെത്തിയെങ്കിലും പരിഹാരം കാണുന്നതിന് വേണ്ട ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പ്ലാസ്റ്റിക് ബോട്ടിലുകളും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി മലിനജലം മൂലം ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. പതിവ് കാഴ്ചയായിട്ടും അധികൃതർ നടപടിയെടുക്കാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്ത വന്നത്. എന്നാൽ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെന്ന രീതിയിലാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. എന്നാൽ മാലിന്യ പ്രശ്നത്തിന് ഇതുവരെയും ഒരു പരിഹാരവുമായിട്ടില്ല. മഴക്കാല രോഗങ്ങളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലെത്തുന്നവർക്ക് പോലും ജീവന് ഭീഷണിയാവുന്ന രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ കാണാതെ പോകുന്നത് പ്രതിഷേധം തന്നെയാണ്. മഴക്കാലം തുടങ്ങുന്നതോടെ ജലജന്യ കൊതുകുജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മഴ തുടങ്ങിയതോടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മുൻകരുതൽ നിർദ്ദേശം. ജില്ലയിലെ ഭൂരിഭാഗം ആശുപത്രികളും കോവിഡ് ചികിത്സക്കായി മാറ്റിയേറ്റെടുത്തതിനാൽ പകർച്ചവ്യാധികൾ കൂടുന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കാൻ ഇടയാകുമെന്നും ഒരുപക്ഷെ മരണകാരണമാകാമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതിനാൽ കൃത്യമായ പരിസര ശുചീകരണം നടത്തി എലി, കൊതുക്, ഈച്ച തുടങ്ങിയവ വളരുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കണം. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വെള്ളിയാഴ്ചകളും തൊഴിലിടങ്ങളും, ശനിയാഴ്ചകളിൽ പൊതുസ്ഥലങ്ങളും, ഞായറാഴ്ചകളിൽ വീടുകളിലും കൊതുക്, ഈച്ച, എലി എന്നിവ വളരുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതിന് ഡ്രൈ ഡേ ആചരിക്കണം. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി ഉറവിടം നശിപ്പിക്കാൻ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ശ്രദ്ധിക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം പ്രവർത്തനങ്ങൾ. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടുകൂടി കോവിഡിനൊപ്പം മഴക്കാല രോഗങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ വാർഡ് തല ശുചീകരണ സമിതികളുമായി സഹകരിച്ച അത്യാവശ്യ മുൻകരുതലുകൾ സ്വീകരിച്ച ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപിലെ സാംസ്കാരിക അധിനിവേശത്തിനെതിരെ രാഷ്ട്രപതിക്ക് കത്തുകളയച്ച് പ്രതിഷേധവുമായി സംസ്കാര സാഹിതി. തിരൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ DCC ജനറൽ സെക്രട്ടറി കെ പത്മകുമാർ നിർവഹിച്ചു. ലക്ഷദ്വീപിലെ സാംസ്കാരിക അധിനിവേശത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധം തീർക്കാൻ സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് 10,000 കത്തുകൾ അയച്ചു. തിരൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ നിർവഹിച്ചു. എല്ലാ തരത്തിലും ലക്ഷദ്വീപ് നിവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന തെറ്റായ നടപടി സ്വീകരിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററെ സഹായിക്കുന്ന BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ്റും അമിത്ഷായും എന്ത് പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി സ്വീകരിക്കാൻ വന്നപ്പോൾ യാതൊരു ഗത്യന്തരമില്ലാതെയാണ് ഇന്ത്യൻ പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക സമിതി ഈ കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ലക്ഷദ്വീപിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന നടപടികൾക്ക് മുൻകൈയെടുക്കുമ്പോൾ എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾക്കുണ്ടാകണം. സംസ്കാര സാഹിതി തിരൂർ നിയോജക മണ്ഡലം ചെയർമാൻ A. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സംസ്കാര സാഹിതി കൺവീനർ മനോജ് ജോസ്, കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി, അഷ്റഫ് ആളത്തിൽ, മണികണ്ഠൻ വഴുതക്കാട് എന്നിവർ സംസാരിച്ചു. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രതികരിച്ചതിന്റെ പേരിൽ ചലച്ചിത്ര പ്രവർത്തകയായ ഐഷ സുൽത്താനയുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തതിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ലോക്ക്ഡൌൺ തുടരുന്ന സാഹചര്യത്തിലും ഓഫീസുകളുടെ പ്രവർത്തന സമയവും ഹാജർ നിലയുമെല്ലാം പഴയ രീതിയിലാക്കിയ സംഭവത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം. തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ NFPA തിരൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ തപാൽ ജീവനക്കാർ പ്രതിഷേധ ദിനം ആചരിച്ചു. ലോക്ക്ഡൌൺ തുടരുന്ന സാഹചര്യത്തിലും ഓഫീസുകളുടെ പ്രവൃത്തി സമയവും ഹാജർ നിലയുമെല്ലാം പഴയ രീതിയിലാക്കിയ സംഭവത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം. തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ NFPA തിരൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ തപാൽ ജീവനക്കാർ പ്രതിഷേധ ദിനം ആചരിച്ചു. അധികാരികളുടെ തീരുമാനം കടുത്ത തൊഴിലാളി ദ്രോഹമാണ്. വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഭക്ഷണശാലകൾ ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങളൊന്നും പഴയ പോലെ പ്രവർത്തിക്കുന്നില്ല. അവശ്യ സർവീസായി ചിത്രീകരിക്കപ്പെട്ടെങ്കിലും ജീവനക്കാർക്ക് യാത്രാ സൗകര്യങ്ങളോ വേണ്ട സുരക്ഷയോ ഒരുക്കാൻ കഴിയാത്ത ഡിപ്പാർട്ട്മെന്റ് എല്ലാം പഴയ പോലെ ആക്കിയത് അത്യന്തം പ്രതിഷേധാർഹമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ട്രിപ്പിൾ ലോക്ക്ഡൌണിൻ്റെ സമയത്തും അതിന് കൂടാതെ തന്നെ ഇപ്പോൾ ലോക്ക്ഡൌൺ തുറന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിന് എല്ലാ ദിവസവും നമ്മൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് തിരൂർ നമുക്ക് 2 ജീവനക്കാരുടെ ജീവൻ വരെ നഷ്ടപ്പെടുകയുണ്ടായി. കൂടാതെ ഇപ്പോഴും പൊതുഗതാഗതവും ഇല്ലാത്ത സമയത്തും മറ്റുള്ള കടകളൊന്നും തുറക്കാത്ത ഈ ഒരു സമയത്ത് പോലും നമ്മൾ ഈ ലോക്ക്ഡൗൺ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഓഫീസുകൾ മുഴുവനായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു ഉത്തരവ്
അധികാരികൾ ഇറക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ജീവനക്കാരും ജോലിക്ക് വരണം എന്നുള്ളൊരു ഉത്തരവും കൂടി ഉള്ളൊരു സമയമാണിപ്പോൾ. നമുക്കറിയാം, ഈ കോവിഡ് ഇങ്ങനെ പകർന്നു പിടിക്കുമ്പോൾ അത് ജീവനക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു കാര്യമാണ്. കൂടാതെ പലതവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ഈ കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ഒരു ജീവനക്കാരിക്ക് തന്നെ ഒരു പോലീസ് തടയുന്നൊരു അനുഭവം വരെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ NFP സർക്കിൾ യൂണിയൻ്റെ ആഹ്വാനപ്രകാരമുള്ള ഒരു പ്രതിഷേധ ദിനമാണ് ഇന്നിവിടെ തിരൂർ ഹെഡ് ഓഫീസിൻ്റെ മുമ്പിൽ നടക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസമായി നിയന്ത്രണങ്ങളോടെ എല്ലാ തപാൽ RMS ഓഫീസുകളും എന്നും പ്രവർത്തിക്കുകയും എല്ലാ സർവീസുകളും തടസ്സം കൂടാതെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സംവിധാനം തുടരാവുന്നതേയുള്ളൂ. സർവീസ് നടത്തുന്നതോടൊപ്പം ജീവനക്കാരുടെ സുരക്ഷയും പ്രധാനമാണ്. പ്രതിഷേധ പരിപാടിയിൽ ഡിവിഷണൽ സെക്രട്ടറിമാരായ സനൂപ് MK, MP ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. TP പരമേശ്വരൻ, ജിജി MT, ഇന്ദി വരാക്ഷൻ, മാരിയത്ത, പ്രദീപ് കന്മനം, ആഷിഖ് റഹ്മാൻ, ശ്രീജിത്ത് ഉണ്ണികൃഷ്ണൻ, ജംഷീർ, ചന്ദ്രൻ, സരോജിനി, ദിവ്യാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് PP കിറ്റ്, തിരിച്ചറിയൽ കാർഡും വിതരണം ചെയ്തു. ജില്ലാ ട്രഷറർ മുസ്തഫ തിരൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് PP കിറ്റും തിരിച്ചറിയൽ കാർഡും വിതരണം ചെയ്തു. ജില്ലാ ട്രഷറർ മുസ്തഫ തിരൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോഴത്തെ ഈ മാറാമാരിയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു മേഖലയാണ് ആംബുലൻസ് ഡ്രൈവർമാർ. പക്ഷെ അധികാരികളുടെ ഭാഗത്തു നിന്നല്ല ഒരു മേഖലയിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു PP കിറ്റോ അല്ലെങ്കിൽ ഒരു മാസ്കോ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളിലൊരു 40% ആംബുലൻസ് ഡ്രൈവർമാർക്കും പോസിറ്റീവായി. 15-20 ദിവസത്തോളം പോസിറ്റീവായ ഡ്രൈവർമാർ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞ് പോകുമ്പോൾ അവരെ വീട് അല്ലെങ്കിൽ അവരെ വീട് എങ്ങനെ കഴിഞ്ഞു പോകുന്നു, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി രാവും പകലും ആംബുലൻസിൽ കിടന്നുറങ്ങി സേവനം നടത്തുന്ന ഞങ്ങളെ ഒരു മേഖലയും തിരിഞ്ഞു നോക്കണില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയൊരു സത്യം. ആംബുലൻസ് ഡ്രൈവർമാർ പോസിറ്റീവായി 15-20 ദിവസം വീട്ടിലിരുന്നാൽ ആ വീട് എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതിന് യാതൊരുവിധ അർത്ഥങ്ങളുമില്ല. എല്ലാവരും വളരെ കോട്ടേഴ്സിൽ താമസിക്കുന്നവർ, അതല്ലെങ്കിൽ അന്നാമത്തെ ചെലവിന് ഒരു നിവൃത്തിയില്ലാത്തവർ, അങ്ങനെയൊക്കെ നീങ്ങിപ്പോകുന്ന ഒരു മേഖലയാണ് ഇപ്പോഴത്തെ ആംബുലൻസ് ഡ്രൈവർമാർ. അവരെ രക്ഷിക്കാനും അല്ലെങ്കിൽ അവരെ കൂടെ കൈകോർത്ത് നിൽക്കാനുമാണ് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ AOD എന്നൊരു സംഘടന രൂപീകരിച്ചത്. ഏരിയ സെക്രട്ടറി ഇസ്മായിൽ വലുത്തൂർ, ബഷീർ ആതിർശ്ശേരി, ഷഫീഖ് ആലത്തിയൂർ, ജലീൽ തിരൂർ തുടങ്ങിയവർ സംസാരിച്ചു. 30 പേരാണ് തിരൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലോടുന്ന ആംബുലൻസുകൾ മിനിമം ചാർജ് 800 രൂപ വാങ്ങുമ്പോൾ സംഘടനയ്ക്ക് കീഴിലോടുന്ന വാഹനങ്ങൾ 600 രൂപ മാത്രമാണ് വാങ്ങുന്നതെന്നും സംഘടനാ നേതാക്കൾ അവകാശപ്പെട്ടു. യുവ കൂട്ടായ്മയിൽ റോഡ് ശുചീകരിച്ചു. വരണക്കര റോഡാണ് യുവ കൂട്ടായ്മയിൽ ശുചീകരണ പ്രവൃത്തി നടത്തിയത്. റഷാദ്, ഷഹബാസ്, അൻസാരി, മുഫീദ്, ഹസീബ്, ഹാഷിം, ഹാഷിർ, ഇർഷാദ്, മുസ്തഫ, ഷഹൽ, ജാസിം, റസിൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 5 വർഷക്കാലത്തോളം അധികൃതരുടെ അനാസ്ഥ മൂലം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ എല്ലാവരും കണ്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിൻ്റെ മുൻനിരയിൽ എല്ലാ തരത്തിലും ഈ നാടിനകത്ത് ഈ നാടിൻ്റെ കൂടെ ഒപ്പമുണ്ടാകുമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഇടവേള. കുറ്റിപ്പുറം മണിയങ്കാട് സർക്കാർ വിദ്യാലയത്തിൽ അധ്യാപക നിയമനം ആവശ്യപ്പെട്ട് പ്രതിഷേധം. സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക അകറ്റണമെന്നും ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ KSTU ആണ് പ്രതിഷേധ സമരം നടത്തിയത്. കുറ്റിപ്പുറം മാണിയങ്കടവ ഗവൺമെന്റ് LP സ്കൂളിൽ നിലവിൽ ഒരു അധ്യാപകൻ മാത്രമാണുള്ളത്. ആവശ്യത്തിന് അധ്യാപകരെ നിയമിച്ച വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കയകറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് KSTU സമരം ചെയ്യുന്നത്. 1 വർഷത്തിലധികമായി മണിയങ്കാട് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിനോ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കോ സ്ഥിരം അധ്യാപകരില്ല. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത ഒരു അധ്യാപികയാണ് പ്രധാന അധ്യാപികയുടെ ചുമതല നൽകിയിട്ടുള്ളതെന്നും KSTU ആരോപിച്ചു. 4 ക്ലാസുകളിലായി 70-ൽ പരം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അനുവാദം അനുസരിച്ച് 5 അധ്യാപകരെ നിയമിക്കേണ്ടതുണ്ട്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും ആവശ്യമായ സ്ഥിരം അധ്യാപകരെ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ചിട്ടില്ലെന്നാണ് KSTU കുറ്റപ്പെടുത്തി. ഉപജില്ലയിൽ ആദ്യകാല സ്കൂളിലൊന്നായ മണിയങ്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപകരെ നിയമിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് നാട്ടുകാരുമായി സഹകരിച്ച്
KSTU ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. കുറ്റിപ്പുറം ജില്ലയിലെ ഒഴിഞ്ഞുകിടക്കുന്ന അധ്യാപക തസ്തികകൾ വേഗത്തിൽ നികത്തി വിദ്യാർത്ഥികളുടെ പഠനം കാര്യക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും KSTU ആവശ്യപ്പെട്ടു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സിദ്ദിഖ് പരപ്പാര പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് P. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. KSTU ജില്ലാ സെക്രട്ടറി TV ജലീൽ, EP ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാം അധ്യയന വർഷം രണ്ടാം കോവിഡിന്റെ കാലഘട്ടത്തിലും അതേ രീതിയിലാണ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സർക്കാർ പറയുന്നത് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുന്നതിന് വേണ്ടി ലാപ്ടോപ്പ്, അതുപോലെ തന്നെ LED അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളില്ലാത്ത വീടുകൾ കണ്ടെത്തണമെന്നാണ്. പക്ഷേ ഇവിടെ ഈ മാണിയങ്കാടിൻ്റെ സ്കൂളിൻ്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. 2 വർഷമായി PSCയിലൂടെ ജോലി നേടിയ ഒരു അധ്യാപികയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. കിഴക്കിനിയകത്ത് നിമീഷിന്റെ സ്മരണയിൽ രക്തദാന ദിനത്തോടനുബന്ധിച്ച് MFC ഒസാൻപടി അംഗങ്ങൾ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തം നൽകി. ഒസാൻപടി MFC മുൻ ജനറൽ സെക്രട്ടറിയും രക്തദാന മേഖലയിൽ നിറസാന്നിധ്യവുമായിരുന്ന കിഴക്കിനിയകത്ത് നിമീഷിന്റെ സ്മരണയിൽ ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് BDK തിരു താലൂക്ക് കമ്മിറ്റിയുടെ സഹകരണത്തോടെ MFC ഒസാൻപടി അംഗങ്ങൾ തിരു ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തം നൽകി. ക്ലബ് അംഗങ്ങളായ റാഷിദ്, വിശാഖ്, ആഷിഖ് എന്നിവരാണ് രക്തം നൽകിയത്. കൂടാതെ GCC അംഗങ്ങളായ ഷമീം, സഫീർ എന്നിവർ UAE വെച്ചും രക്തം നൽകി പരിപാടിയിൽ പങ്കാളികളായി. നാട്ടുവെളിച്ചം വായനശാലയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ജലീൽ പിലാക്കൽ വാർഡ് കൗൺസിലർ ഇന്ദിരാകൃഷ്ണനിൽ നിന്നും കിറ്റ് ഏറ്റുവാങ്ങി. വിതരണത്തിന് തുടക്കം കുറിച്ചു. നാട്ടുവെളിച്ചം വായനശാലയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. തിരു അന്നായരയിലെ നാട്ടുവെളിച്ചം വായനശാല പ്രദേശത്തെ 36, 35 വാർഡുകളിലെ വീടുകളിലേക്കാണ് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തത്. കോവിഡ് കാലത്ത് നാടിന് ചെറു കൈത്താങ്ങെന്ന നിലയിലാണ് നാട്ടുവെളിച്ചം പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റ് എത്തിച്ചു നൽകിയത്. നിലവിൽ നാട്ടുവെളിച്ചം വായനശാലയുടെ ഓഫീസ് കോവിഡ് ഹെൽപ്പ് ഡെസ്കായാണ് പ്രവർത്തിച്ചു വരുന്നത്. അന്നാറിലെ റിലാക്സ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. പ്രോഗ്രാം കോർഡിനേറ്റർ ജലീൽ പിലാക്കൽ, വാർഡ് കൗൺസിലർ ഇന്ദിരാകൃഷ്ണനിൽ നിന്നും കിറ്റ് ഏറ്റുവാങ്ങി. സെക്രട്ടറി സുബീഷ് തുളുത്തിയിൽ, വാർഡ് കൗൺസിലർ ഷബീർ അലി, മണി വയ്യാട്ട, സമീർ രാമനാലിക്കൽ എന്നിവർ സംബന്ധിച്ചു. DYFI വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാത്രികാല ദീർഘദൂര യാത്രക്കാർക്ക് ചുക്കുകാപ്പിയും ഭക്ഷണവും വിതരണം ചെയ്തു. DYFI വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാഹനയാത്രക്കാർക്ക് ഭക്ഷണവും ദീർഘദൂര യാത്രക്കാർക്ക് ചുക്കുകാപ്പിയും വിതരണം ചെയ്തു. തിരൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രവർത്തനം നടന്നത്. DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രവിത, മിസ്രിയ തിരൂർ, ഷഹല തിരൂർ, ശില്പ തൃക്കണ്ടിയൂർ, ആതിര പൂക്കേൽ, ശ്രീനിഷ പയ്യനങ്ങാടി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത്. സംഘടന ദിനം പ്രതി ഏറ്റെടുത്ത സന്നദ്ധ പ്രവർത്തനം കഴിഞ്ഞ ദിവസം വനിതാ സബ് കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. ചെമ്പ്രോട്ടം ഗണ്ണേഴ്സ് ക്ലബ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓക്സിമീറ്റർ നൽകി. 100ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. ചെമ്പ്രോട്ടം റണ്ണേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ സജിത ജാബിറിന് ഓക്സിമീറ്ററുകൾ കൈമാറി. കൂടാതെ നിർധരായ 100ഓളം വീടുകളിലേക്ക് ആവശ്യമായ ഭക്ഷണ കിറ്റും വിതരണം ചെയ്തു. ഡീസൽ വിൽപ്പന നികുതി കുറയ്ക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി തിരൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീടുകളിൽ നിൽപ്പ് സമരം നടത്തി. ബസ് ഉടമകൾക്കൊപ്പം തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും. താനൂർ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസുകാർ അണുനശീകരണത്തിനായി ഹൈപ്പോക്ലോറസ് സൊല്യൂഷൻ വിതരണം ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി താനൂർ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും. വിദ്യാർത്ഥികൾ ചേർന്ന് താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് കോവിഡ് പോസിറ്റീവായ വീടുകളിൽ അണുനശീകരണം നടത്തുന്നതിനായി 100 ലിറ്റർ ഹൈപ്പോക്ലോറസ് സൊല്യൂഷൻ വിതരണം ചെയ്തു. താനൂർ പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജ് താനൂർ CHC മെഡിക്കൽ ഓഫീസറായ PP ഹാഷിമിന് കൈമാറി. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ്. അതെല്ലാ മേഖലകളിലും ഈ കോവിഡ് ഇതുപോലെ പടർന്നിരിക്കുന്ന സാഹചര്യങ്ങളിലും സ്റ്റേഷനിലെ ലിസ്റ്റ് അനുസരിച്ചിട്ട് അവർ ക്വാറന്റൈൻ ചെക്കിങ് വീട്ടിലിരുന്ന് ഫോൺ ചെയ്ത് നടത്തുന്ന പ്രവൃത്തികളടക്കം നമ്മുടെ SPC സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആത്മാർത്ഥമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ചടങ്ങിൽ ഫിഷറീസ് സ്കൂൾ പ്രിൻസിപ്പൽ മായ അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് MP അഷ്റഫ്, TP കൃഷ്ണൻകുട്ടി, ബിന്ദുമോൾ, SPC ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ്, ജിജി, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളായ സഫ്വാൻ, റസാഖ് KC തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ പോലീസിനൊപ്പം ചേർന്ന് കോവിഡ് പോസിറ്റീവായവരെ ക്വാറന്റൈൻ ചെക്ക് ചെയ്തു വരുന്നതിന് പുറമെ ആണ് ഇപ്പോൾ ഹൈപ്പോക്ലോറസ് ചാലഞ്ചുമായി കേഡറ്റുകൾ എത്തിയിരിക്കുന്നത്. അനധികൃതമായി മണൽ കയറ്റിയ തോണികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. CITP ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നേതൃത്വം നൽകിയത്.
പൊന്നാനിപ്പുഴയിൽ നിന്നും പണ്ടായി പടിഞ്ഞാറേക്കര കടവിന് സമീപത്തു നിന്നും അനധികൃതമായി മണൽ കയറ്റി 5 തോണികൾ പിടിച്ചെടുത്തു. JCB ഉപയോഗിച്ച് നശിപ്പിച്ചു. പുഴയെടുത്ത് സൂക്ഷിച്ചിരുന്ന മണൽച്ചാക്കുകൾ പുഴയിലേക്ക് തള്ളി. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. CI TP ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നേതൃത്വം നൽകിയത്. സമീപ ദിവസങ്ങളിലായി ലോക്ക്ഡൌൺ മറയാക്കി മണൽ കടത്തുന്നതായി പരാതിയുയർന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയത്. കോവിഡ് ബാധിതനെ വീട്ടുമുറ്റത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇല്ലത്തപ്പറമ്പിൽ തേങ്ങ കച്ചവടം നടത്തിയിരുന്ന കമ്മളിയിൽ ചന്ദ്രനാണ് മരണപ്പെട്ടത്. 62 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീട്ടുമുറ്റത്തെ മാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജാനകിയാണ് ഭാര്യ. അജിത, പരേതനായ അജയൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്ക്ഡൌൺ രീതിയിൽ മാറ്റം വരുമെന്ന് മുഖ്യമന്ത്രി. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ തീരുമാനം ചൊവ്വാഴ്ച. രോഗവ്യാപന തോതനുസരിച്ച് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തും. ഡെൽറ്റ വൈറസ് സാന്നിധ്യം കുറേ നാൾ കൂടി തുടരുമെന്ന് മുഖ്യമന്ത്രി. മലപ്പുറം ജില്ലയിൽ കോവിഡ് മുക്തരുടെ എണ്ണം 3 ലക്ഷം കടന്നു. സംസ്ഥാനത്ത് പ്രതിദിന പരിശോധനയുടെയും രോഗികളും കുറഞ്ഞു. കേരളത്തിൽ ഇന്ന് 7719 രോഗികൾ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 68,573 സാമ്പിളുകൾ. 11.26%. ബുധനാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 16-ാം തീയതി വരെ ശക്തമായ മഴ തുടരും. മലപ്പുറത്ത് 16-ാം തീയതി വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ്. ജില്ലാ ആശുപത്രി പരിസരത്തെ മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.